ഇത് ഒരു കൾച്ചറൽ നാഷണലിസത്തിൻ്റെ ഏറ്റവും അൾട്ടിമേറ്റായ ഫോം നിർബന്ധിച്ച് നടപ്പാക്കുന്നു എന്ന് തന്നെയാണ് അതിനെ കാണേണ്ടത്. നിർബന്ധിതമായൊരു കാര്യമായി ദേശീയ ഗീതത്തിൻ്റെ ആലാപനം വേണ്ടതില്ല എന്ന് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. അത് അങ്ങനെ തന്നെ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. സ്കൂൾ അധികൃതർ ആ കുട്ടികളെ കൊണ്ട് ദേശീയഗാനം ആലപിക്കാൻ നിർബന്ധിക്കുന്നു. അതവർ വിസമ്മതിക്കുമ്പോൾ അത് അവരെ പുറത്താക്കും. ദേശീയഗാനം ആലപിക്കുമ്പോൾ സിനിമാ ഹാളിൽ എഴുന്നേറ്റ് നിൽക്കാതിരുന്ന വ്യക്തിയെ ആൾക്കൂട്ടം ആക്രമിക്കുന്ന, ആൾക്കൂട്ടം എന്ന് പറഞ്ഞാൽ ഹിന്ദുത്വ ആൾക്കൂട്ടം എന്ന് തന്നെ നമ്മൾ പറയണം, അവരാക്രമിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതെല്ലാം വേറിട്ട ഇൻസിഡൻസ് ആയിരുന്നെങ്കിൽ ഇതൊരു തുടർ ചലനത്തിന് പലതരത്തിൽ, പല രീതിയിൽ, പല ദിക്കുകളിൽ പലതരം പ്രതികരണങ്ങൾക്ക് കാരണമാകാവുന്ന ഒരു തീരുമാനമാണ്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ദുർഗാദേവിയെ പ്രകീർത്തിക്കുന്ന ഈ സ്റ്റാൻസുകൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത് അവതരിപ്പിക്കണം എന്ന് പറയുമ്പോൾ ബംഗാളിൽ മമതാ ബാനർജിക്ക് അതിനെ എതിർക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. സ്വാഗതം ജോയിൻ്റെ സ്റ്റോറിയിലേക്ക്. വന്ദേ മാതരം അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ ആലപിക്കുന്നത് സംബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുതിയ നിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിരിക്കുന്നു. പുതിയ പ്രോട്ടോക്കോളാണ്. ദേശീയ ഗാനമായ ജനഗണമനയും ദേശീയ ഗീതമായ വന്ദേ മാതരവും ഏത് വിധത്തിലൊക്കെ ആലപിക്കണം എന്നുള്ളതാണ് പുതിയ പ്രോട്ടോക്കോളിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശിച്ചിരിക്കുന്നത്. ദേശീയ ഗീതം, അതായത് വന്ദേ മാതരം ആലപിച്ചതിന് ശേഷം മാത്രമേ ദേശീയ ഗാനമായ ജനഗണമന ആലപിക്കാവൂ എന്ന് നിർദ്ദേശിക്കുന്നു. സ്കൂൾ അസംബ്ലികളിൽ വന്ദേ മാതരം ആലപിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് എന്ന് പറയുന്നു. രാഷ്ട്രപതിയും ഗവർണർമാരും പങ്കെടുക്കുന്ന ചടങ്ങുകളിൽ ദേശീയ ഗീതമായ വന്ദേ മാതരം അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ, അതായത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി അംഗീകരിച്ചത് ആദ്യത്തെ 2 സ്റ്റാൻസ മാത്രമായിരുന്നുവെങ്കിൽ 6 സ്റ്റാൻസയുള്ള മുഴുവൻ രൂപവും ഗവർണർമാരും രാഷ്ട്രപതിയും പങ്കെടുക്കുന്ന ചടങ്ങുകളിൽ ആലപിക്കണമെന്നും അത് ആലപിച്ചതിന് ശേഷം മാത്രമേ ദേശീയ ഗാനം ആലപിക്കേണ്ടതുള്ളൂ എന്നും രാഷ്ട്രപതിയും ഗവർണർമാരും പങ്കെടുക്കുന്ന ചടങ്ങ് ആരംഭിക്കുന്നതിന് മുമ്പും അവസാനിച്ചതിന് ശേഷവും ദേശീയ ഗീതം ആലപിക്കണം എന്നും നിർദ്ദേശിക്കുന്നു കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. എന്തുകൊണ്ടായിരിക്കും ഇപ്പോൾ ഇങ്ങനെ ഒരു നിർദ്ദേശം വന്നത്? ബംഗാൾ, അസം, കേരളം, തമിഴ്നാട്, പുതുച്ചേരി 5 നിയമസഭകളിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു. ബങ്കിം ചന്ദ്ര ചാറ്റർജി എന്ന ബംഗാളി എഴുത്തുകാരനാണ് ആനന്ദമഠം എന്ന നോവലിൽ വന്ദേ മാതരം എന്ന ഈ ചെറിയ 6 ഖണ്ഡങ്ങളുള്ള കാവ്യം എഴുതിയിരിക്കുന്നത് എന്നത് പ്രത്യേകം ഓർക്കണം. ബംഗാളിൻ്റെ ഒരു ബംഗാളി സംസ്കാരവുമായും ബംഗാളികളുമായും വളരെയധികം ചേർന്ന് നിൽക്കുന്ന ഒന്നാണ് ഇതും എന്നുള്ളത് അതുകൂടി നമ്മൾ ഓർക്കണം. ഈ ഘട്ടത്തിൽ കൂടിയാണ് പുതിയ പ്രോട്ടോക്കോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇതേക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ബഷീർ, ഈ വന്ദേ മാതരത്തെക്കുറിച്ച് അത് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ആലപിക്കപ്പെടുമ്പോൾ തന്നെ പലതരത്തിലുള്ള അഭിപ്രായ ഭിന്നതകൾ ഉയർന്നു വരുന്നുണ്ട്. ഇത് ദേശീയ ഗീതമായി അംഗീകരിക്കുന്നത് സംബന്ധിച്ച് അന്ന് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്ന സുഭാഷ് ചന്ദ്രബോസ് മഹാകവി ടാഗോറിനോട്, രവീന്ദ്രനാഥ ടാഗോറിനോട് അഭിപ്രായം ചോദിക്കുമ്പോൾ ടാഗോർ പറയുന്നൊരു അഭിപ്രായമുണ്ട്. അതായത് ആനന്ദമഠത്തിൽ ബങ്കിം ചന്ദ്ര ചാറ്റർജി അദ്ദേഹം ഈ കാവ്യം ഉൾപ്പെടുത്തിയിരിക്കുന്നത് ദുർഗാദേവിയെ പ്രകീർത്തിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ ദുർഗാ ഭഗവതിയെ പ്രകീർത്തിച്ചുകൊണ്ടാണ്, ഹിന്ദു ദേവതയെ പ്രകീർത്തിച്ചുകൊണ്ടാണ്. അതിനെ ആ രൂപത്തിൽ തന്നെ കാണണം. അതിനെ ദേശസ്നേഹവുമായി ബന്ധിപ്പിക്കുമ്പോൾ ഇതര മതവിഭാഗങ്ങൾക്ക് ഒരു പക്ഷേ അത് സ്വീകാര്യമായിക്കൊള്ളണമെന്നില്ല. പ്രത്യേകിച്ച് വിഗ്രഹാരാധനയെയൊക്കെ അനുകൂലിക്കാത്ത മുസ്ലിങ്ങൾക്ക് അത് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് ഞാനിതിനെ എതിർക്കുന്നു എന്നാണ് അന്ന് 1930കളിൽ രവീന്ദ്രനാഥ ടാഗോർ പറയുന്നത്. അതിനുശേഷമാണ് കോൺഗ്രസ് അതിൻ്റെ ആദ്യത്തെ 2 സ്റ്റാൻസ മാത്രം സ്വീകരിക്കാം എന്ന് തീരുമാനിക്കുന്നതും അത് ഇതുവരെ തുടർന്നു പോരുന്നതും. ഇപ്പോൾ അത് മുഴുവനായി പാടണം, ദുർഗാദേവിയെ പ്രത്യക്ഷമായി തന്നെ പ്രകീർത്തിക്കുന്ന ഭാഗങ്ങൾ കൂടി ഉൾക്കൊള്ളുന്ന വിധത്തിൽ പാടണം എന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശിക്കുന്നു. അതിനൊരു പ്രോട്ടോക്കോൾ ഉണ്ട്. എന്താണ് ഇതിൻ്റെ ഒരു പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റ് എന്നാണ് ബഷീർ വിചാരിക്കുന്നത്? പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റ് പ്രധാനമായും ബംഗാൾ തെരഞ്ഞെടുപ്പ് തന്നെ ആവണം ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളത്. പക്ഷേ ഇത് പ്രതീക്ഷിക്കപ്പെട്ടതാണ്. ഇക്കഴിഞ്ഞ ജനുവരിയിൽ വന്ദേ മാതരം സംബന്ധിച്ച് പാർലമെൻറ്റിൽ ഡിബേറ്റ് ഉയർന്ന ഘട്ടത്തിൽ ഇതിൻ്റെ മുഴുവൻ രൂപത്തിൽ ഇത് അവതരിപ്പിക്കുക എന്നതാണ് തങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യം എന്ന് കേന്ദ്ര സർക്കാരും BJPയും വ്യക്തമാക്കിയത് തന്നെയാണ്. യഥാർത്ഥത്തിൽ വന്ദേ മാതരത്തിന് പല ജീവിതങ്ങളുണ്ട്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലും സ്വാതന്ത്ര്യത്തിന് ശേഷവുമായി പല ജീവിതങ്ങളുള്ള ഒരു കവിതയാണ് യഥാർത്ഥത്തിൽ വന്ദേ മാതരം. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ
ആനന്ദമഠം എന്ന നോവലിലെ ഒരു പ്രത്യേക കോണ്ടെക്സ്റ്റിലാണ് ഈ കവിതാ ശകലം വരുന്നത്. അത് 1905 ബംഗാൾ വിഭജന കാലത്തൊക്കെ വലിയ തോതിൽ ബ്രിട്ടീഷ് വിരുദ്ധമായ ഒരു മുദ്രാവാക്യമായാണ് യഥാർത്ഥത്തിൽ ആലപിക്കപ്പെട്ടത്, പ്രത്യേകിച്ചും ബംഗാളിലും ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലും. അതിനുശേഷം ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഒട്ടുമിക്ക ചടങ്ങുകളിലും, കോൺഗ്രസിൻ്റെ പല ചടങ്ങുകളിലും വന്ദേ മാതരം ആലപിക്കപ്പെടുന്ന രീതി ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് സെക്യുലർ ഇന്ത്യയില്ല, അന്ന് സ്വതന്ത്ര ഇന്ത്യയില്ല. സ്വതന്ത്ര ഇന്ത്യ രൂപപ്പെടുകയും സെക്യുലറിസം എന്നത് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന തത്വമായി മാറുകയും ചെയ്യുന്ന ഘട്ടത്തിൽ കോൺഗ്രസ് തന്നെ മുൻകൈയെടുത്താണ് അതിലെ തിയോളജിക്കൽ അല്ലെങ്കിൽ മതവുമായി ബന്ധപ്പെട്ട ഒരു പോർഷൻ എടുത്തു മാറ്റുന്നത്. അതിന് ചരിത്രപരമായൊരു കോണ്ടെക്സ്റ്റ് 1930-കളിൽ മുസ്ലിം ലീഗ് ബംഗാൾ പാകിസ്ഥാൻ വാദം ഉന്നയിക്കുന്നതിന് തൊട്ട് മുമ്പ് മുസ്ലിം ജനസാമാന്യത്തെ കൂടി ദേശീയ പ്രസ്ഥാനത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളും അതിനെ തടയാനുള്ള മുസ്ലിം ലീഗിൻ്റെ ശ്രമങ്ങളും നടക്കുന്നതിനിടയിൽ 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിന് ശേഷം നടന്ന 37 തെരഞ്ഞെടുപ്പിൽ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും കോൺഗ്രസ്സിന് വലിയ മുന്നേറ്റമുണ്ടാവുകയും മുസ്ലിം ലീഗ് പരാജയപ്പെടുകയും ചെയ്ത ഒരു സാഹചര്യമുണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ വിഭജനവാദം ശക്തിപ്പെടും എന്നൊരു അന്തരീക്ഷം രൂപപ്പെട്ടു വന്നു. ഈ ഘട്ടത്തിൽ മുസ്ലിം ജനസാമാന്യത്തെ കോൺഗ്രസ്സിനോട് ചേർത്ത് പിടിക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ കൂടി ഭാഗമായാണ് യഥാർത്ഥത്തിൽ വന്ദേ മാതരത്തിൻ്റെ ആദ്യത്തെ 2 സ്റ്റാൻസ മതി, ബാക്കി കാര്യങ്ങൾ വേണ്ടതില്ല എന്ന് തീരുമാനിച്ചത്. ആദ്യത്തെ 2 സ്റ്റാൻസയിൽ ഇന്ത്യയുടെ ഒരു വർണ്ണന, ഒരു ജിയോഗ്രഫിക്കലായ അതിൻ്റെ ഒരു സൗന്ദര്യ വർണ്ണന മാത്രമാണുള്ളത്. എന്നാൽ അതിനുശേഷമുള്ള സ്റ്റാൻസകളിൽ ദുർഗാദേവിയെയും സരസ്വതി ദേവിയെയും ലക്ഷ്മി ദേവിയെയും പേരെടുത്ത് പ്രകീർത്തിക്കുന്ന തരത്തിലുള്ള വർണ്ണനകളാണ് ഉള്ളത്. അപ്പോൾ ഈ മതബിംബങ്ങളെ ഈ ദേശീയ ഗാനത്തെ അല്ലെങ്കിൽ ദേശീയ സ്വഭാവമുള്ള ഗാനത്തിൻ്റെ ഭാഗത്ത് ആവർത്തിച്ച് ആലപിക്കുന്ന ഭാഗത്ത് ഉൾപ്പെടുത്തേണ്ടതില്ല എന്ന് 1937 കോൺഗ്രസിൻ്റെ ഒരു തീരുമാനമാണ്. അന്നൊരു കമ്മിറ്റി ഉണ്ടാക്കി. ജവഹർലാൽ നെഹ്റു, അബുൽ കലാം ആസാദ്, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ആചാര്യ നരേന്ദ്രദേവ് ഉണ്ടോ എന്ന് സംശയമുണ്ട്. ഈ ഒരു കമ്മിറ്റി, സുഭാഷ് ചന്ദ്രബോസും ഉണ്ടെന്ന് തോന്നുന്നു. ഈ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമാണ് ഈ ലാസ്റ്റ് സ്റ്റാൻസകൾ ഒഴിവാക്കി മതി എന്ന് തീരുമാനിച്ചത്. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ഈ കാര്യം ഉയർന്നു വന്നപ്പോൾ 3 ഗാനങ്ങൾ പരിഗണിക്കപ്പെട്ടു. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന കത്തുകളുടെയും അഭിപ്രായത്തിൻ്റെയും മെമ്മോറാണ്ടത്തിൻ്റെയും മാസ് ഹർജികളുടെയും ഒക്കെ പശ്ചാത്തലത്തിൽ ഒന്ന് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ വന്ദേ മാതരം, അതോടൊപ്പം രവീന്ദ്രനാഥ് ടാഗോറിന്റെ ജനഗണമന, അതോടൊപ്പം പാകിസ്ഥാനിലേക്ക് പോയ ഇന്ത്യൻ ദേശീയ കവിയായിരുന്ന അല്ലാമ ഇക്ബാലിൻ്റെ സാരേ ജഹാം സേ അച്ച. ഈ 3 കവിതകൾക്ക് വേണ്ടി, ഈ 3 കവിതകൾ, ഇപ്പോൾ ഇക്ബാൽ പാകിസ്ഥാനിലേക്ക് പോയെങ്കിലും ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ അവിഭാജ്യ ഘടകമായിരുന്ന ഒരു കവിത എന്ന നിലയിൽ സാരേ ജഹാം സേ അച്ച ഇന്ത്യൻ ദേശീയ ഗാനമാകണം എന്ന മെമ്മോറാണ്ടം പല ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ജനഗണമനയ്ക്ക് വേണ്ടിയുള്ള ഇതുണ്ടായിരുന്നു, അതുപോലെ വന്ദേ മാതരത്തിന് വേണ്ടിയും ഉണ്ടായിരുന്നു. അതിൽ ഒരു സെക്കുലർ രാജ്യം ഉയർന്നു വരുന്നതിൻ്റെ ഭാഗമായി മതാത്മകമായ ചിഹ്നങ്ങളും ബിംബങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് ഉള്ള ടാഗോറിൻ്റെ കവിതയെ ദേശീയ ഗാനമായി ആലപിക്കുകയും അംഗീകരിക്കുകയും അതേസമയം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കൂടെ അതിൻ്റെ ചരിത്രത്തോടൊപ്പം ഉണ്ടായിരുന്ന ഒരു ഗാനം എന്ന ഒരു പദ്യഭാഗം എന്ന നിലയിൽ വന്ദേ മാതരത്തെ തുല്യമായ പദവിയോടുകൂടി തന്നെ ആ ആദ്യ 2 സ്റ്റാൻസയെ അംഗീകരിക്കുകയുമാണ് 1950 ജനുവരി 24 സംഭവിച്ചത്. അതായത് ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആകുന്നതിൻ്റെ 2 ദിവസം മുമ്പ് സംഭവിച്ചത്. പിന്നീട് നടന്നതെല്ലാം രാഷ്ട്രീയമാണ്. അല്ല, ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി അത് അംഗീകരിക്കുമ്പോൾ തന്നെ ഒരു കാര്യം സവിശേഷമായി പറഞ്ഞിട്ടുണ്ട്. ഇതിന് രണ്ടിനും തുല്യ പ്രാധാന്യമാണ്. ഒന്ന് ദേശീയ ഗാനമാണ് ജനഗണമന, മറ്റത് ദേശീയ ഗീതമാണ് വന്ദേ മാതരം. അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, ഇത് നിർബന്ധമായും ആലപിച്ചു കൊള്ളണമെന്നില്ല എന്ന ഒരു ക്ലോസ് കൂടി കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി അംഗീകരിച്ചിട്ടുണ്ട്. അതായത് ഇത് ഒഫീഷ്യൽ ചടങ്ങുകളിലൊക്കെ നിർബന്ധം, ഇപ്പോൾ രാഷ്ട്രപതി പങ്കെടുക്കുന്ന ഒരു ചടങ്ങിൽ ദേശീയ ഗാനം ആലപിക്കുക എന്നുള്ളത് നിർബന്ധിതമായൊരു കാര്യമാണ്. അതായത് ഭരണഘടനാപരമായി തന്നെ നിർബന്ധിതമായൊരു കാര്യമാണ്. അതുപോലെ നിർബന്ധിതമായൊരു കാര്യമായി ദേശീയ ഗീതത്തിൻ്റെ ആലാപനം വേണ്ടതില്ല എന്ന് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. അത് അങ്ങനെ തന്നെ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. അതിൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ഏറ്റവും അവസാനം കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഈ കാര്യം ഔദ്യോഗികമായി അറിയിക്കുന്നത്. അതിൽ ഡോക്ടർ അംബേദ്കറെ പോലുള്ള ആളുകൾ ഇത്
വന്ദേ മാതരം ഉൾപ്പെടുത്തണം എന്ന് പറയുമ്പോൾ തന്നെ അത് അതിൻ്റെ ഒരു സെക്കുലർ സ്വഭാവത്തെ ഖണ്ഡിക്കുന്നതായി മാറുമോ എന്ന എന്താ പറയുക ഒരു സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ആദ്യത്തെ 2 സ്റ്റാൻസ മാത്രം മതി എന്ന് നിഷ്കർഷിക്കുന്നുണ്ട്. ജവഹർലാൽ നെഹ്റുവും അതേ അഭിപ്രായം പറയുന്നുണ്ട്. മറ്റു ചിലർ അതിനെ പൂർണ്ണമായും ഒഴിവാക്കണം എന്ന് അഭിപ്രായപ്പെടുന്നുണ്ട്. ഇപ്പോൾ സുഹ്റാവർദിയെ പോലെയുള്ള ആളുകളൊക്കെ അതിനെ പൂർണ്ണമായും ഒഴിവാക്കണം എന്ന് അഭിപ്രായപ്പെടുന്നുണ്ട്. ഏറ്റവും ഒടുവിലൊരു കൺസെൻസസ് എന്നുള്ള നിലയിലാണ് ഈ 2 സ്റ്റാൻസ എന്താണോ 1937 കോൺഗ്രസിൻ്റെ സമ്മേളനം അംഗീകരിച്ചത് അതുപോലെ തന്നെ ഈ ആദ്യത്തെ 2 സ്റ്റാൻസ ദേശീയ ഗീതമായി അംഗീകരിക്കാനും അത് ആലപിക്കണം എന്നുള്ളത് നിർബന്ധമാക്കുന്നില്ല എന്ന് തീരുമാനിക്കാനും. ഇപ്പോൾ MHA ഈ തീരുമാനം എടുക്കുമ്പോൾ രാഷ്ട്രപതിയും ഗവർണർമാരും പങ്കെടുക്കുന്ന ചടങ്ങുകളിൽ ഇത് ദേശീയ ഗാനത്തിന് മുൻപ് ആലപിക്കണം എന്നും അത് പൂർണ്ണ രൂപത്തിലാണ് ആലപിക്കേണ്ടതെന്നും, അത് 2 സ്റ്റാൻസ മാത്രം പോരാ, മുഴുവൻ സ്റ്റാൻസ ആലപിക്കണം. ചരിത്രത്തിൻ്റെ ഒരു തിരുത്തായാണ് അത് കൊണ്ടുവരുന്നത്. അതായത് ഹിന്ദുത്വ രാഷ്ട്രീയം എല്ലാ കാലത്തും ഉന്നയിച്ചിരുന്ന ഒരു കാര്യം നടപ്പാക്കപ്പെടുകയാണ്. വന്ദേ മാതരം അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ ആലപിക്കണം എന്നത്, അതിലെ മതബിംബങ്ങളുള്ള ഭാഗങ്ങളോട് കൂടി തന്നെ അവതരിപ്പിക്കണം എന്ന തീരുമാനം നടപ്പാക്കപ്പെടുകയാണ്. ഇത് ഒരു കൾച്ചറൽ നാഷണലിസത്തിൻ്റെ ഏറ്റവും അൾട്ടിമേറ്റായ ഫോം നിർബന്ധിച്ച് നടപ്പാക്കുന്നു എന്ന് തന്നെയാണ് അതിനെ കാണേണ്ടത്. ചരിത്രത്തിൽ ഇപ്പോൾ അത് പല പല രീതിയിൽ ഇന്ത്യയുടെ ഒരു സെക്യുലർ ഭരണഘടനയുടെ പല രീതിയിലുള്ള പൊളിച്ചെഴുത്തുകളുടെ ഭാഗമായി നടക്കുന്നൊരു കാര്യം മാത്രമാണിത്. പക്ഷേ ഇത് ഒട്ടും അപ്രതീക്ഷിതമല്ല. ഇത് പല പല രീതിയിൽ അവരുടെ രാഷ്ട്രീയ അജണ്ട നടപ്പാക്കുന്നതിൻ്റെ ഭാഗമാണ്. പക്ഷേ ദേശീയ ഗാനമാകട്ടെ, ദേശീയ ഗീതമാകട്ടെ, ഇത്തരത്തിലുള്ള നിർബന്ധിതമായ സാംസ്കാരിക ഉത്ഗ്രഥനങ്ങളെ യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ സുപ്രീം കോടതികളൊന്നും ഒരു കാലത്തും അതിനെ ആ തരത്തിൽ അംഗീകരിച്ചിട്ടില്ല. അത് ദേശീയ ഗാനത്തിൻ്റെ കാര്യത്തിൽ പോലും അങ്ങനെ അംഗീകരിച്ചിട്ടില്ല. പല ഘട്ടങ്ങളിലും ക്വസ്റ്റ്യൻസ് വന്ന ഘട്ടത്തിലെല്ലാം ഒരു മനസാക്ഷിയുടെ അവകാശത്തിന് വിട്ടുകൊടുക്കുക എന്ന നിലപാടാണ് സുപ്രീം കോടതി എടുത്തത്. സുപ്രീം കോടതി മനസാക്ഷിയുടെ അവകാശത്തിന് വിട്ടുകൊടുക്കുക മാത്രമല്ല ചെയ്തിരിക്കുന്നത്, അതിനെ മതപരമായ വിശ്വാസ സ്വാതന്ത്ര്യവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് തന്നെ സുപ്രീം കോടതി അതിൽ ക്ലാരിറ്റി വരുത്തിയിട്ടുണ്ട്. അത് ക്ലാരിറ്റി വരുത്തിയത് കേരളത്തിൽ നിന്നുള്ളൊരു കേസിലാണ്. യഹോവ സാക്ഷികൾ എന്ന വിഭാഗത്തിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന ഒരു കുടുംബത്തിലെ 3 കുട്ടികൾ, അവർ 1986 കേസ് സുപ്രീം കോടതിയിൽ നിന്ന് വിധിയായിട്ട് വരുന്നത്. അവർ സ്കൂൾ അസംബ്ലിയിൽ ദേശീയ ഗാനം ആലപിക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നു, പക്ഷേ ദേശീയ ഗാനം ആലപിക്കുന്നില്ല എന്നുള്ളതൊരു പ്രശ്നമായി വരികയും ആ കുട്ടികളെ സ്കൂളിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. സ്കൂൾ അധികൃതർ ആ കുട്ടികളെ കൊണ്ട് ദേശീയ ഗാനം ആലപിക്കാൻ നിർബന്ധിക്കുന്നു. അത് അവർ വിസമ്മതിക്കുമ്പോൾ അത് അവരെ പുറത്താക്കുന്നു. അത് കേരള ഹൈക്കോടതിയിലേക്ക് പോകുന്നു. കേരള ഹൈക്കോടതി സ്കൂൾ അധികൃതരുടെ ഭാഗത്താണ് നിന്നത്. ഈ കുട്ടികൾ ദേശീയ ഗാനം നിർബന്ധമായും ആലപിക്കണം എന്ന നിലപാടെടുക്കുന്നു. കേസ് പിന്നെ സുപ്രീം കോടതിയിലേക്ക് പോകുന്നു. സുപ്രീം കോടതി അതിൽ കണ്ടെത്തിയ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്ന്, ഈ കുട്ടികൾ ദേശീയ ഗാനത്തെ അപമാനിച്ചിട്ടില്ല. ദേശീയ ഗാനം വരുമ്പോൾ അവർ എഴുന്നേറ്റ് നിന്ന് അതിനോട് ബഹുമാനം പ്രകടിപ്പിക്കുകയാണ് ചെയ്തത്. എന്നാൽ വ്യക്തിഗതമായി ദേശീയ ഗാനം ആലപിക്കണമോ വേണ്ടയോ എന്ന് അവരുടെ മനസാക്ഷിക്ക് തീരുമാനിക്കാം. അതാണ് സുപ്രീം കോടതി പറഞ്ഞത്. അപ്പോൾ മനസാക്ഷിക്ക് തീരുമാനിക്കാം എന്നുള്ളതിനോടൊപ്പം ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. അത് അവരുടെ വിശ്വാസ സ്വാതന്ത്ര്യവുമായിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റ് അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അത് നിലനിർത്തണം, അത് അപ്ഹോൾഡ് ചെയ്യണം എന്നാണ്. അവരുടെ അവരുടെ മതപരമായ വിശ്വാസ സ്വാതന്ത്ര്യത്തെ അപ്ഹോൾഡ് ചെയ്യണം. അത് ഭരണഘടന അനുവദിക്കുന്നതാണ്. മതപരമായ വിശ്വാസങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാനുള്ള അവസരം ഭരണഘടന നൽകുന്നതാണ്. അതുകൊണ്ട് ആ വിശ്വാസത്തെ അപ്ഹോൾഡ് ചെയ്യണം എന്ന് സുപ്രീം കോടതി ക്ലിയർ കട്ടായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതൊന്നുണ്ട്. അതുമാത്രമല്ല, ജനഗണമൻ ദേശീയ ഗാനത്തിൻ്റെ കാര്യത്തിൽ പോലും ഇപ്പോൾ 2014 സുപ്രീം കോടതി തന്നെയാണ് പറയുന്നത്, രാജ്യത്തെ എല്ലാ സിനിമാ ഹാളുകളിലും ദേശീയ പതാക കാണിച്ചുകൊണ്ട് ദേശീയ ഗാനം ആലപിക്കണം എന്നും സിനിമ തുടങ്ങുന്നതിന് മുമ്പ് ആ സമയത്ത് തിയേറ്ററിലുള്ള ആളുകളൊക്കെ എഴുന്നേറ്റ് നിൽക്കണം എന്നുള്ള ഒരു നിർദ്ദേശം പറയുന്നത് 2014 സുപ്രീം കോടതി തന്നെയാണ്. പിന്നീട് സുപ്രീം കോടതി തന്നെ അത് തിരുത്തുന്നുണ്ട്. സുപ്രീം കോടതി തന്നെ അത് മാൻഡേറ്ററി അല്ല, അത് പേട്രിയോട്ടിസം എന്നുള്ളത് നിർബന്ധിച്ച് നടപ്പാക്കാൻ പറ്റുന്നൊരു കാര്യമല്ല എന്ന് സുപ്രീം കോടതി എന്താ പറയുക, യാതൊരു സന്ദേഹവുമില്ലാതെ പറഞ്ഞു പോയിട്ടുണ്ട്. ഈ സാഹചര്യങ്ങളൊക്കെ അവിടെ നിൽക്കുകയാണ് ഈ പറയുന്ന കൾച്ചറൽ നാഷണലിസത്തിൻ്റെ ഒരു തുടർച്ച എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ ഒരു ഹിന്ദുത്വവൽക്കരണത്തിൻ്റെ തുടർച്ച എന്നുള്ള നിലയിൽ പ്രധാനമന്ത്രി അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ പൂജയ്ക്ക് പോയതും പാർലമെൻറ്റിൻ്റെ പുതിയ മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം ഹിന്ദു മതാചാരപ്രകാരം നടത്തിയതിൻ്റെയും ഒക്കെ ഒരു തുടർച്ചയായിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ പറയുന്ന വന്ദേ മാതരത്തിൻ്റെ പൂർണ്ണ രൂപത്തിലുള്ള ആലാപനം വേറിട്ട ഇൻസിഡൻസ് ആയിരുന്നെങ്കിൽ ഇതൊരു തുടർ ചലനത്തിന് പലതരത്തിൽ, പല രീതിയിൽ, പല ദിക്കുകളിൽ പലതരം പ്രതികരണങ്ങൾക്ക് കാരണമാകാവുന്ന ഒരു തീരുമാനമാണ്. ഏതെങ്കിലും ഒരു സ്കൂളിൽ കുട്ടികൾ ഇതിന് ആലപിക്കുന്നില്ലെങ്കിൽ, ഏതെങ്കിലും ഒരു ചടങ്ങിൽ ആരെങ്കിലും ഇതിനോട് ബഹുമാനം കാണിക്കുന്നില്ല എന്ന് തോന്നിയാൽ
അങ്ങനെ പലതരത്തിൽ പ്രശ്നമായി വരാവുന്ന ഒരു തീരുമാനമാണ് യഥാർത്ഥത്തിൽ ആ, എനിക്ക് ഇപ്പോൾ തോന്നുന്നു, അതായത് നടപ്പാക്കപ്പെടുന്നത്. ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് പ്രത്യേകിച്ച് ബംഗാൾ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയും ബംഗാൾ പിടിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി BJP മുന്നിട്ടിറങ്ങുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ ഈ ഒരു തീരുമാനമെടുത്തത് നിശ്ചയമായും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് എന്നാണ് ഞാൻ വ്യക്തിപരമായി വിചാരിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ബഷീർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏതെങ്കിലും ഒരു സ്കൂൾ അസംബ്ലിയിൽ ഇത് ആലപിക്കുന്നില്ല അല്ലെങ്കിൽ ആലപിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചു എന്ന് വയ്ക്കുക, നിർബന്ധമാക്കിയിട്ടുള്ള MHA എന്നുള്ളത് അവിടെ ഉണ്ട്. ഇത് ആലപിച്ചില്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള പീനൽ ആക്ഷൻ ഉണ്ടാവും എന്ന് ആ ഉത്തരവിൽ പറയുന്നില്ല. ഇതൊക്കെ ശരിയാണ്. പക്ഷെ എങ്കിൽ പോലും ഏതെങ്കിലും തരത്തിൽ ഇത് ചൊല്ലേണ്ടതില്ല എന്ന് Friction തീരുമാനിച്ചാൽ കാരണമാകാം, ഏതെങ്കിലും ഡിവൈഡിന് കാരണമാകാം. ഡിവൈഡിനോ ഫ്രിക്ഷനോ ഒക്കെ ഫ്രിക്ഷനാണ് ഏറ്റവും കൂടുതൽ കാരണമാകാൻ. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ സിനിമാ ഹാളിൽ ദേശീയഗാനാലാപനം സുപ്രീം കോടതി നിർബന്ധമാക്കിയതിന് ശേഷം നമ്മൾ കണ്ടൊരു കാഴ്ച, ഈ ദേശീയഗാനം ആലപിക്കുമ്പോൾ സിനിമാ ഹാളിൽ എഴുന്നേറ്റ് നിൽക്കാതിരുന്ന വ്യക്തിയെ ആൾക്കൂട്ടം ആക്രമിക്കുന്ന, ആൾക്കൂട്ടം എന്ന് പറഞ്ഞാൽ ഹിന്ദുത്വ ആൾക്കൂട്ടം എന്ന് തന്നെ നമ്മൾ പറയണം, അവർ ആക്രമിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതൊരു ഒരു ഒരു ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ആയിട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്ന കാഴ്ച ചെറിയ തോതിലെങ്കിലും അക്കാലത്തുണ്ടായിരുന്നു. അതിനേക്കാൾ കൂടുതൽ ഒരു പക്ഷേ ഇതുണ്ടാക്കാൻ സാധ്യതയുണ്ട്. കാരണം വിശ്വാസവുമായിട്ട് നേരിട്ട് കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്ന വിധത്തിലുള്ള ഒരു ഒരു ദേശീയ ഗീതത്തിൻ്റെ ഭാഗങ്ങൾ ആലപിക്കപ്പെടുമ്പോൾ അതിനോട് ഏതെങ്കിലും വിധത്തിലുള്ള എതിർപ്പ് ഏതെങ്കിലും ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, എസ്പെഷ്യലി മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ആരെങ്കിലും പ്രകടിപ്പിച്ചാൽ അതിനെ വലിയ തോതിലുള്ള ഒരു വർഗീയ ധ്രുവീകരണത്തിനുള്ള ഉപാധിയായി ഉപയോഗിക്കാൻ BJPക്കും അവരെ പിന്തുണയ്ക്കുന്ന ഇതര ഹിന്ദുത്വ വർഗീയ ശക്തികൾക്കും സാധിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. 2006 BJP സർക്കാരുകൾ വരുന്നതിന് മുമ്പ് 2006 കോൺഗ്രസ് സർക്കാരിൻ്റെ കാലത്ത് ഒരു ദേശീയ തലത്തിലൊരു നിർദ്ദേശമുണ്ടായിരുന്നു, വന്ദേ മാതരം ആലപിക്കണം എന്ന് പറഞ്ഞ്. അതിനെ മുസ്ലിം സംഘടനകൾ പല ദിക്കുകളിൽ രാജ്യത്തിൻ്റെ പല ഭാഗത്തായിട്ട് അന്ന് എതിർക്കുകയും വലിയ ചെറിയ തോതിലുള്ള പ്രതിഷേധങ്ങളും ഒക്കെ ഉണ്ടാവുകയും ചെയ്തതാണ്. മുസ്ലിം സമൂഹത്തെക്കുറിച്ച് ഇതിനെതിരെയുള്ള അവരുടെ ഉത്കണ്ഠ, അതല്ലെങ്കിൽ നിലപാടിന് കാരണം മുസ്ലിം സംഘടനകളുടെ ഭാഗത്തു നിന്നാണ്. പ്രത്യേകിച്ചും യാഥാസ്ഥിതിക മുസ്ലിം സംഘടനകളുടെ ഭാഗത്തു നിന്ന്, അല്ലെങ്കിൽ ഫണ്ടമെൻ്റലിസ്റ്റ് സംഘടനകളുടെ ഭാഗത്തു നിന്നുള്ള ഒരു എതിർപ്പിൻ്റെ കാരണം അത് വിശ്വാസപരമായ ചില അതിരുകൾ ലംഘിക്കുന്നു എന്നതാണ്. ഉദാഹരണത്തിന് വന്ദേ മാതരം എന്ന് പറയുന്നത് തന്നെ ദൈവവിശ്വാസം എന്നത് ഒറ്റ ദൈവത്തോട് എന്ന സങ്കല്പത്തിന് എതിരാണ്. അതുകൊണ്ട് അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവത്തെ വന്ദിക്കുന്നത്, മറ്റൊന്നിനെ വന്ദിക്കുന്നത്, മറ്റൊരു ശക്തിയെ വന്ദിക്കുന്നത് വിശ്വാസ പ്രമാണങ്ങളുടെ ലംഘനമാണ് എന്നതാണ് ഒന്ന്. രണ്ട്, ദുർഗാദേവി, സരസ്വതി ദേവി, ലക്ഷ്മി ദേവി മൂന്നും പേരെടുത്ത് പറയുന്ന ഈ സ്റ്റാൻസ ആലപിക്കുന്നത് ഒരു മറ്റൊരു മതവിശ്വാസത്തിൻ്റെലേക്ക് കടക്കുന്നതിന് തുല്യമാണ് എന്നതാണ്. ഈ രണ്ടും മതസംഘടനകളുടെ ഭാഗത്തുനിന്ന് ഇനിയും ഉന്നയിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ 2006 സ്ഥിതിയിലല്ല ഇന്ത്യ ഇപ്പോഴുള്ളത്. മുസ്ലിം സംഘടനകളൊക്കെ ഇതിനെ ആ വിധം എതിർക്കുമോ എന്നൊക്കെ കാണേണ്ടത് തന്നെയാണ്. പക്ഷേ രാഷ്ട്രീയമായി വലിയ ഫ്രിക്ഷന് ഒരു പക്ഷേ തിരികൊളുത്താവുന്ന, അല്ലെങ്കിൽ ഒറ്റപ്പെട്ട സംഭവങ്ങളെങ്കിലും ഉണ്ടാകാവുന്ന ഒരു തീരുമാനമാണിത് എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒറ്റപ്പെട്ട സംഭവം എന്ന് പറയുമ്പോഴേ ഞാൻ വിചാരിക്കുന്നത്, ഇപ്പോൾ അസമിലെ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുടെ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ക്രിയേറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ കഴിഞ്ഞ ദിവസം വരികയും അത് വലിയ കോൺട്രവേഴ്സി ആവുകയും സുപ്രീം കോടതിയിൽ അത് സംബന്ധിച്ചുള്ള ഹർജികൾ പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതായത് ഒരു മുസ്ലിം യുവാവിനെയും ഒരു പുരോഹിതനെയും വെടിവെക്കാൻ ശ്രമിക്കുന്ന ഹിമന്ത ബിശ്വ ശർമ്മയാണ് ആ AI വീഡിയോയിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. അത് BJP അസം ഘടകം അവരുടെ ഒഫീഷ്യൽ ഹാൻഡിലിൽ റിലീസ് ചെയ്യുകയും ചെയ്തു, അത് പ്രൊപ്പഗേറ്റ് ചെയ്യുകയും ചെയ്തു. ഇത് വലിയ കോൺട്രവേഴ്സി അല്ല. ഇത് തന്നെയും വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാനുള്ള, അല്ലെങ്കിൽ ഒരു വർഗീയ സംഘർഷം പോലും ഉണ്ടാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ്. അതുപോലുള്ള അതായത് തീവ്ര വർഗീയ അജണ്ട കൃത്യമായിട്ട് BJP അസമിൽ മുന്നോട്ട് വയ്ക്കുന്നു. അതിൻ്റെ ഒരു തുടർച്ച ബംഗാളിലും കൂടെ ഉണ്ടാക്കിയെടുക്കുക എന്ന ലക്ഷ്യം ഈ വന്ദേ മാതരത്തിൻ്റെ കാര്യത്തിലുമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും ഇത് അസമിലെയും ബംഗാളിലെയും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇത് വരുന്നത്. അതിന് തൊട്ട് മുമ്പ് തന്നെയാണ് വരുന്നത്. പക്ഷേ ഇതിൽ BJPയുടെ ഒരു രാഷ്ട്രീയ ദാരിദ്ര്യം കൂടി യഥാർത്ഥത്തിൽ ഇത് പ്രകടിപ്പിക്കുന്നുണ്ട്. മുസ്ലിം വിരുദ്ധത എന്നതല്ലാതെ, അതല്ലെങ്കിൽ സമൂഹത്തിൽ ഡിവൈഡ് ഉണ്ടാക്കുക എന്നതല്ലാതെ മറ്റൊരായുധവും തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തങ്ങളുടെ കയ്യിലില്ല എന്ന കുറ്റസമ്മതം കൂടിയാണ്. അങ്ങനെയും ഇത് വ്യാഖ്യാനിക്കപ്പെടും. എൻ്റെ ഒരു തോന്നൽ ബംഗാളിൽ ആ വ്യാഖ്യാനത്തിന് വലിയ കഥയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ RSSൻ്റെ തുടക്കം മുതൽ അതിൻ്റെ രാഷ്ട്രീയ രൂപങ്ങൾ നിലവിൽ വന്നു. ഇപ്പോൾ ഹിന്ദു
മഹാസഭയായാലും പിന്നീട് ജനസംഘമായാലും പിന്നീട് BJP ആയാലും അവരൊക്കെ മുന്നോട്ട് വെച്ച ഏക പൊളിറ്റിക്കൽ ടൂൾ എന്ന് പറയുന്നത് വർഗീയമായി വിഭജിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. മറ്റ് പൊളിറ്റിക്കൽ അജണ്ട എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കോൺഗ്രസ് തുടർന്ന് വെച്ച സാമ്പത്തിക ഉദാരവൽക്കരണ നടപടികൾ വളരെ വേഗത്തിൽ കൊണ്ടുപോവുക എന്നുള്ളത് മാത്രമേ BJPയുടെ ഒരു പോളിസി ആയിട്ടുള്ളൂ. അല്ലാതെ പുതിയ പോളിസിയൊന്നും അവർ മുന്നോട്ട് വെച്ചിട്ടില്ല. BJPയുടെ തന്നെ പിൻബലമായി നിൽക്കുന്ന RSS മുന്നോട്ട് വയ്ക്കുന്ന എന്താ പറയുക ദേശീയവൽക്കരണം അല്ലെങ്കിൽ സ്വദേശിവൽക്കരണം എന്ന അജണ്ട പോലും BJP അതിൻ്റെ രാഷ്ട്രീയ രൂപമായ BJP പിന്തുടരുന്നില്ല. അപ്പോൾ കാലങ്ങളായി BJP ഏതെങ്കിലും വിധത്തിലുള്ള രാഷ്ട്രീയ അജണ്ടയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള നിലപാടുകളോ മുന്നോട്ട് വെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പുകളെ നേരിട്ടതോ ഒന്നും ചരിത്രത്തിലില്ല. എല്ലാ ഘട്ടത്തിലും തീവ്രമായ വർഗീയ ധ്രുവീകരണ ശ്രമങ്ങൾ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അതിൻ്റെ പുതിയൊരു വേർഷൻ കുറച്ചുകൂടെ ഗ്രൗണ്ടിൽ തീവ്രമായൊരു വേർഷൻ, ഗ്രൗണ്ടിൽ ഒരുപക്ഷെ കൂടുതൽ കാലുഷ്യത്തിന് സാധ്യതയുള്ളൊരു വേർഷൻ പരീക്ഷിക്കുകയാണ് ഇത്തവണ ചെയ്യുന്നത്. അത് ഹിമന്ത ബിശ്വ ശർമ്മ അവിടെ ഒരു AI വീഡിയോ ഉപയോഗിച്ച് ചെയ്യുന്നു. ഇപ്പുറത്ത് ബംഗാളിൽ വന്ദേ മാതരം ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നു. വന്ദേ മാതരം ഉപയോഗിക്കുമ്പോൾ ബംഗാളിൽ വേറൊരു പ്രശ്നം കൂടിയുണ്ട്. കാരണം ബംഗാളി പ്രൈഡ് എന്ന് പറയുന്നത് ഒരു വലിയ ഘടകമാണ്. മമതാ ബാനർജി കഴിഞ്ഞ തവണ BJPയുടെ ഒരു അഗ്രസീവ് ക്യാമ്പയിനെ എതിർക്കാൻ ഉപയോഗിച്ചത് ബംഗാളി പ്രൈഡ് എന്ന് പറയുന്ന ഒരു സംഗതി ഉപയോഗിച്ചുകൊണ്ടാണ്. അതിനെ ഉണർത്തിക്കൊണ്ടുകൂടിയാണ് കഴിഞ്ഞ തവണ മമത തൃണമൂലിനെ വലിയ വിജയത്തിലേക്ക് നയിച്ചത്. ഇപ്പോൾ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ദുർഗാദേവിയെ പ്രകീർത്തിക്കുന്ന ഈ സ്റ്റാൻസുകൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത് അവതരിപ്പിക്കണം എന്ന് പറയുമ്പോൾ ബംഗാളിൽ മമതാ ബാനർജിക്ക് അതിനെ എതിർക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. കാരണം ബംഗാളിൻ്റെ ഹിന്ദു ഭൂരിപക്ഷത്തെ സംബന്ധിച്ച് ദുർഗാ പൂജ എന്ന് പറയുന്നത് അവിടുത്തെ ഒരു വളരെ ഇമോഷണലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്, പാർട്ടാണ്. കാരണം വെച്ചാൽ ഇപ്പോൾ CPIMൻ്റെ മുൻകാല നേതാവും അവിടെ മന്ത്രിയൊക്കെ ആയിരുന്നു, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അദ്ദേഹം മന്ത്രി ആയിരിക്കുമ്പോൾ പോലും ദുർഗാപൂജ ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. കാരണം വെച്ചാൽ അത്ര ഒരു അവിശ്വാസിയായ CPIMൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറോ കേന്ദ്ര കമ്മിറ്റി മെമ്പറോ ആയിരുന്നു അദ്ദേഹം എന്നാണ് എൻ്റെ ഓർമ്മ. അങ്ങനെ ആയിരിക്കെ തന്നെ അദ്ദേഹം ദുർഗാപൂജയൊക്കെ ചെയ്യുന്നതിൻ്റെ വാർത്തകളൊക്കെ പുറത്തേക്ക് വന്നു. അത്രത്തോളം അവിടുത്തെ ബംഗാളി ഹിന്ദു സമൂഹവുമായിട്ട് ഭയങ്കര ഇമോഷണലി അറ്റാച്ച്ഡ് ആണ് ഈ ദുർഗാപൂജ എന്ന് പറയുന്നൊരു സംഗതി, അല്ലെങ്കിൽ ദുർഗാദേവിയുമായി ബന്ധപ്പെട്ട വിശ്വാസ കാര്യങ്ങൾ. അപ്പോൾ അതിനെ തള്ളിക്കളയാൻ തൃണമൂൽ കോൺഗ്രസ്സിന് തൽക്കാലം സാധിക്കില്ല. അങ്ങനെ സാധിക്കാതെ വരുന്നു കഴിഞ്ഞാൽ അവിടുത്തെ മുസ്ലിം സമൂഹവും ഈ പറയുന്ന തൃണമൂൽ കോൺഗ്രസ്സുമായിട്ടുള്ള ഒരു ചെറിയ സ്പ്ലിറ്റെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമോ എന്നുള്ളത് കൂടി ആയിരിക്കാം ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ BJP ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഒപ്പം ഏതെങ്കിലും തരത്തിൽ ബംഗാളിലെ ഏതെങ്കിലും കോണിൽ നിന്ന് ഇതിനെതിരെ പ്രത്യക്ഷത്തിൽ എന്തെങ്കിലും ഒരു പ്രതിഷേധമോ മറ്റോ ഉണ്ടായാൽ അതിനെ ഉപയോഗപ്പെടുത്തി ഒരു കമ്മ്യൂണൽ സംഘർഷം, വർഗീയമായൊരു സംഘർഷം വളർത്തിയെടുക്കാൻ പോലും ഒരുപക്ഷെ BJP ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് നമ്മൾ വിചാരിക്കണം. അതുകൂടെ ഉദ്ദേശിച്ചായിരിക്കാം ഈ പറയുന്ന വന്ദേ മാതരം ഇപ്പോൾ പ്രോട്ടോക്കോളിൻ്റെ ഭാഗമാക്കി അത് പൂർണ്ണ രൂപത്തിൽ പാടണം എന്ന് നിർബന്ധിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ എനിക്കുള്ളൊരു പ്രധാനപ്പെട്ട സംശയം, കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി തീരുമാനിച്ചത് ഇതിൻ്റെ 2 സ്റ്റാൻസ് മാത്രമാണ് ദേശീയ ഗീതമായിട്ട് കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി തീരുമാനിക്കുന്നത്. അത് പാടണം എന്നുള്ളത് നിർബന്ധമല്ല അല്ലെങ്കിൽ ആലപിക്കണം എന്നുള്ളത് നിർബന്ധമല്ല. പാടണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ രാജ്യദ്രോഹമായിട്ട് പിന്നീട് ചിത്രീകരിക്കപ്പെട്ടു. പാടണം എന്ന് പറഞ്ഞാൽ എന്തൊരു ലഘുവായ കാര്യമായിട്ടും, അതുകൊണ്ടാണ് ഞാൻ ആലപിക്കണം എന്ന് തിരുത്തുന്നത്. ആലപിക്കണം എന്ന് നിർബന്ധമല്ല എന്ന് അതിൽ പറഞ്ഞിട്ടുണ്ട്. കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി 2 സ്റ്റാൻസ് മതി എന്ന് പറയുന്ന ഒരു കാര്യം ആഭ്യന്തര മന്ത്രാലയം ഒരു ഡയറക്റ്റീവിലൂടെ ഈ 6 സ്റ്റാൻസയും പാടണം എന്ന് നിർദ്ദേശിക്കുന്നത് എങ്ങനെയാണ്? അതിന് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി അക്കാര്യത്തിൽ ആ നിർദ്ദേശം വെച്ചതല്ലാതെ അതിന് സ്പെസിഫിക് ആയി ഒന്നും പറഞ്ഞിട്ടില്ല. അതായത് അടുത്ത ബാക്കിയുള്ള ലേറ്റർ സ്റ്റാൻസാസ് പാടേണ്ടതില്ല, അതിന് കാരണമുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. അതിൻ്റെ കാരണം വിശദീകരിച്ചിട്ടില്ല. അതുകൊണ്ട് സാങ്കേതികമായി ആ കവിതയിലെ തുടർ ഭാഗങ്ങൾ കൂടി ആലപിക്കുന്നു എന്ന് തീരുമാനിച്ചാൽ മതി. പക്ഷേ സ്വതന്ത്ര ഇന്ത്യ പിറക്കുന്നതിന് മുമ്പുണ്ടായ ഒരു സംഭവത്തിൽ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വളരെ വലിയ തോതിൽ ഡിസ്കസ് ചെയ്ത് ഫൈനൽ തീരുമാനമെടുത്ത് ജനങ്ങളുടെ എല്ലാത്തരം സെൻറ്റിമെൻസിനെയും പരിഗണിച്ച് മുന്നോട്ട് വെച്ച ഒരു കാര്യം ആഭ്യന്തര വകുപ്പിൻ്റെ ഒരു ഉത്തരവിലൂടെ തിരുത്തപ്പെടുന്നു എന്ന അവസ്ഥയുണ്ട്. അതേസമയം ഇതൊക്കെ ബംഗാളിന് പുറത്ത് ഏത് രീതിയിലായിരിക്കും ഈ കാര്യങ്ങൾ സ്വീകരിക്കപ്പെടുക, അല്ലെങ്കിൽ അതിനോടുള്ള റെസ്പോൺസ് എന്തായിരിക്കും? അതും ഒരു പ്രശ്നമാണ്. ഇപ്പോൾ നമ്മൾ കേരളം ഒരു ഉദാഹരണമായിട്ട് എടുക്കുക. കേരളത്തിൽ ഗവർണർ പങ്കെടുക്കുന്ന സർക്കാർ ഹോസ്റ്റ് ചെയ്യുന്ന ഒരു പരിപാടിയിൽ രാജേന്ദ്ര അർലേക്കർ, പുതിയ ഗവർണർ, അദ്ദേഹം ഭാരതാംബയുടെ ചിത്രം വെച്ചത് വലിയ പ്രശ്നം സൃഷ്ടിച്ചിരുന്നു കേരളത്തിൽ. അദ്ദേഹം പങ്കെടുക്കുന്ന ഒരു ചടങ്ങിൽ നാളെ ഇത് ആലപിക്കണം, ദേശീയ ഗീതം മുഴുവൻ 6 സ്റ്റാൻസയും ആലപിച്ചുകൊണ്ടേ എൻ്റെ പ്രോഗ്രാം തുടങ്ങാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ
ഇതൊരു പ്രശ്നമായിട്ട് വരും. ഉറപ്പായിട്ടും. സ്വാഭാവികമായിട്ടും കേരള ഗവൺമെൻറ്റിനെ നയിക്കുന്ന CPM നേതൃത്വം നൽകുന്ന മുന്നണിക്കും ഒരു നിലപാടെടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ഇപ്പുറത്ത് നിൽക്കുന്ന UDF നേതൃത്വം നൽകുന്ന കോൺഗ്രസ്സിന് ഒരു നിലപാടെടുക്കേണ്ടി വരും. ഇതൊക്കെ വലിയ പ്രശ്നമായിട്ട് വരും. അപ്പോൾ ഇത് ഇത് ബംഗാളിൽ മാത്രമല്ല, ഇവിടെയും കമ്മ്യൂണൽ ഡിവൈഡിന് ഉപയോഗിക്കാൻ പറ്റുന്നൊരു ടൂളാണ്. അതിന് പറ്റിയ വിധത്തിൽ ആളുകൾ പഴയ രാജ്ഭവനിൽ ഇപ്പോഴത്തെ ലോക് ഭവനിൽ ഇരിക്കുന്നുമുണ്ട്. അപ്പോൾ ഇത് ബംഗാളിലോ ആസാമിലോ മാത്രമല്ല, കേരളത്തിലും തമിഴ്നാട്ടിലും ഒക്കെ ഇത് പ്രശ്നമാകും. കാരണം തമിഴ്നാട്ടിൽ പ്രശ്നമാകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ തമിഴ്നാട് അസംബ്ലി സെഷൻ, ബജറ്റ് സെഷൻ തമിഴ് ദേശീയ ഗാനം എന്ന് പറയുന്ന ഒരു സംഗതി ആലപിച്ചുകൊണ്ടാണ് തുടങ്ങിയത്. അന്ന് ഗവർണർ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ഇനി ഗവർണർ വരുമ്പോൾ MHAയുടെ പ്രോട്ടോക്കോൾ വെച്ചുകൊണ്ട് നിങ്ങൾ ദേശീയ ഗീതം ഇവിടെ ആലപിക്കണം, 6 സ്റ്റാൻസ് ഉള്ളത് എന്ന് പറയാൻ ഗവർണർക്ക് സാധിക്കും. ഗവർണർ പങ്കെടുക്കുന്ന ചടങ്ങുകളിൽ നിർബന്ധമായും വേണം എന്ന് നിഷ്കർഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് തൽക്കാലത്തേക്ക് ബംഗാൾ തെരഞ്ഞെടുപ്പ് ഉദ്ദേശിച്ചിട്ടുള്ളതാണെങ്കിലും വരും ദിവസങ്ങളിൽ എല്ലാ സംസ്ഥാനങ്ങളിലും ഇതൊരു പ്രശ്നമായിട്ട് വരും. ഇത് ഇന്ത്യയിൽ എല്ലാ പ്രദേശങ്ങളിലും എല്ലാ സംസ്ഥാനങ്ങളിലും വിവിധ മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ ജീവിക്കുന്നുണ്ടല്ലോ. അവരുടെ വിശ്വാസങ്ങളെ കൂടെ സംരക്ഷിക്കാൻ പാകത്തിലാണല്ലോ അവിടുത്തെ ജനത അവരുടെ സർക്കാരിനെ തിരഞ്ഞെടുക്കുന്നത്. ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടാണല്ലോ സർക്കാരുകൾ അധികാരമേൽക്കുന്നത്. ആ സർക്കാരുകൾക്ക് അവരുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന വിധത്തിലുള്ള ചില സംഗതികൾ എന്താ പറയുക, പ്രോട്ടോക്കോൾ അനുസരിച്ച് നടപ്പാക്കേണ്ട അവസ്ഥ വരും. അത് നടപ്പാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് രാജ്യവിരുദ്ധമായി ചിത്രീകരിക്കാനുള്ളൊരു സാധ്യതയും അവിടെയുണ്ട്. അപ്പോൾ ഇത് ഇപ്പോൾ ഡയറക്റ്റ്ലി ഇമ്മീഡിയറ്റ് ബംഗാൾ തെരഞ്ഞെടുപ്പാണ് ലക്ഷ്യമിടുന്നതെങ്കിൽ ഭാവിയിൽ ഇത് മറ്റ് സ്റ്റേറ്റുകളിലും മറ്റ് സംസ്ഥാനങ്ങളിലും ഒരു പ്രശ്നമായിട്ട് വരും. അത് കമ്മ്യൂണൽ ടെൻഷൻ വർദ്ധിപ്പിക്കാൻ പാകത്തിലേക്ക് അത് വളർത്താൻ ലോക് ഭവനുകളെ BJP സർക്കാർ ഉപയോഗിക്കാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് മുൻകാല അനുഭവങ്ങൾ വെച്ച് നമുക്ക് പറയാൻ സാധിക്കുക. ഇതാണ് എനിക്ക് അക്കാര്യത്തിൽ തോന്നുന്നത്. ബഷീറിന് എന്താ തോന്നുന്നത്? ഇക്കാര്യത്തിലുള്ള വിയോജിപ്പുകളെ അവഗണിക്കാൻ കഴിയുമോ? അതായത് ഇതിനെ ചരിത്രത്തിൽ നിന്നുള്ള ഒരു കവിതാ ശകലമായി കാണുകയും അതിന്മേൽ രാഷ്ട്രീയമായ ദുശാഠ്യങ്ങളോ പിടിവാശിയോ ഇല്ല എന്ന് തീരുമാനിക്കുകയും ഇതൊരു വിശ്വാസ ലംഘനമല്ല എന്നാലോചിക്കുകയും ചെയ്ത് ഇത്തരം കാര്യങ്ങളുടെ ഫ്രിക്ഷൻ അവസാനിപ്പിക്കുക എന്നത് സാധ്യമാണോ? അത് സാധ്യമല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രശ്നം നമ്മളുടെ സ്വാതന്ത്ര്യ സമര കാലഘട്ടവും ഇന്ത്യ രൂപീകരണ സമയവും അതിൻ്റെ തുടർ ചരിത്രവും ഒക്കെയായി ബന്ധപ്പെട്ട് നിൽക്കുന്നൊരു കാര്യമാണ്. അതിൽ അന്നത്തെ നേതാക്കൾ വളരെ കൂലങ്കഷമായി ആലോചിച്ച് ദീർഘവീക്ഷണത്തോടൊരു തീരുമാനമെടുത്തിട്ടുണ്ട്. അന്ന് അവർ തീരുമാനമെടുത്ത്, അതിനാണ് രവീന്ദ്രനാഥ് ടാഗോറിനെ ഞാൻ ആദ്യം ഉദ്ധരിച്ചത്. അദ്ദേഹം പറയുന്നത് ഇത് ബേസിക്കലി ഇത് ദുർഗാദേവിയെ പ്രകീർത്തിക്കുന്ന ഒരു കാവ്യശകലമാണ്. അതങ്ങനെ തന്നെയാണ്. അത് ഇപ്പോൾ നേരത്തെ ബഷീർ സൂചിപ്പിച്ച ഏകദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു മതവിഭാഗത്തിന് ഇത് സ്വീകരിക്കുക, ഇത് രാജ്യസ്നേഹത്തിൻ്റെ പേരിൽ ഇത് സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ വിശ്വാസത്തെ കോംപ്രമൈസ് ചെയ്തുകൊണ്ട് മാത്രമേ ഇത് സാധ്യമാവുള്ളൂ. അപ്പോൾ അതൊരിക്കലും പറ്റില്ല എന്നാണ് രവീന്ദ്രനാഥ് ടാഗോർ അന്ന് പറഞ്ഞത്. അതേ സിറ്റുവേഷൻ ഇപ്പോഴും നിൽക്കുകയാണ്. ഒരു പക്ഷേ അതിനേക്കാൾ കൂടുതലായ വിധത്തിൽ അത് നിൽക്കുകയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ വിശ്വാസ സ്വാതന്ത്ര്യം ചോദ്യം ചെയ്യപ്പെടുന്നു. ആ വിശ്വാസത്തിനനുസരിച്ച് ജീവിക്കാനുള്ള അവകാശം ചോദ്യം ചെയ്യപ്പെടുന്നു. ആ ജീവിക്കാനുള്ള അവകാശം എന്ന് പറഞ്ഞാൽ കഴിക്കുന്ന ഭക്ഷണം, ധരിക്കുന്ന വസ്ത്രം, ഇങ്ങനെ എല്ലാ തരത്തിലുള്ള സ്വാതന്ത്ര്യങ്ങളും ഒരു വിശ്വാസധാരയുടെ ഭാഗമായി ഒരു വ്യക്തിക്ക് ഭരണഘടന നൽകിയിരിക്കുന്ന എല്ലാ വിധത്തിലുള്ള സ്വാതന്ത്ര്യങ്ങളും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ഘട്ടത്തിൽ നിൽക്കുന്ന മനുഷ്യരോട് നിങ്ങൾ ഇതിൻ്റെ വിശ്വാസപരമായ കാര്യങ്ങൾ മാറ്റിവെച്ചുള്ളൂ, നിങ്ങളിതൊരു ചരിത്രത്തിലെ ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയ ഒരു കാവ്യശകലമായി സ്വീകരിച്ചുള്ളൂ എന്ന് പറഞ്ഞ സമരകാലത്ത് ഒരു സമ്മർദ്ദത്തിൻ്റെതായ യാതൊരു എലമെൻറ്റും ഇതിൻ്റെ പുറത്തുണ്ടായിട്ടില്ല. കോൺഗ്രസ് ഭരണകാലത്ത് ഇപ്പോൾ BJP സർക്കാർ നിലവിൽ വരുന്നത് വരെയും ദേശീയ സർക്കാർ ചില ഘട്ടങ്ങളിൽ വന്ദേമാതരം ആലപിക്കണം, അതിൻ്റെ സാങ്ഷൻഡ് സ്റ്റാൻസ് ആലപിക്കണം എന്ന് പറയുമ്പോൾ പോലും അതിൽ സമ്മർദ്ദത്തിൻ്റെ എലമെൻ്റ് ഉണ്ടായിരുന്നില്ല. ഇതൊരു സമ്മർദ്ദത്തിൻ്റെ എലമെൻ്റ്, ഒരു നിർബന്ധിതാവസ്ഥയുടെ രാജ്യസ്നേഹത്തിൻ്റെ തെളിവ് കാണിക്കൂ എന്ന് പറഞ്ഞ് ആലപിക്കേണ്ട ഒരു ഗാനമായി ഈ ദേശീയ ഗീതം മാറുകയാണ് എന്ന സാഹചര്യം ഉടലെടുത്ത് വരികയാണ്. റൈറ്റ്. എന്തായാലും ഇപ്പോൾ ഈ തീരുമാനം വളരെ ദേശീയ ഗീതം എന്നുള്ളതിനെ പ്രൊമോട്ട് ചെയ്യുക എന്ന സതുദ്ദേശത്തോടു കൂടിയാണ് ഈ തീരുമാനം അമിത്ഷാ നേതൃത്വം നൽകുന്ന ആഭ്യന്തര മന്ത്രാലയം എടുത്തിരിക്കുന്നത് എന്ന് കരുതുക വയ്യ. ഇതിന് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. വർഗീയ ധ്രുവീകരണത്തിൻ്റെ ആക്കം കൂട്ടാനുള്ളൊരു പുതിയ ടൂളായി വന്ദേമാതരം എന്ന് പറയുന്ന ദേശീയ ഗീതത്തെ ഉപയോഗിക്കുകയാണോ എന്ന സംശയം ഇവിടെ ബലപ്പെടുന്നുണ്ട്. ഇത് പറയുമ്പോൾ ദേശീയ ഗീതമായി ഭരണഘടന കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി അംഗീകരിച്ച ആദ്യത്തെ 2 സ്റ്റാൻസ ദേശീയ ഗീതമായി അംഗീകരിച്ചതിനെ
അംഗീകരിക്കുകയും അതിനെ ബഹുമാനിക്കുകയും ചെയ്തുകൊണ്ട് തന്നെയാണ് അതിൽ വെള്ളം ചേർത്തുകൊണ്ട് ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനത്തെ നമ്മൾ വിശകലനം ചെയ്യുന്നത്. ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റു എപ്പിസോഡുമായി വീണ്ടും കാണാം.